നമസ്കാരം. വിഷുവും ഈസ്റ്ററും പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ പുണ്യകാലത്ത് കാത്തിരുന്ന ആ വലിയ സന്തോഷവാർത്ത ഒടുവിലെത്തിയിരിക്കുകയാണ്. അനിശ്ചിതത്വത്തിന്റെ കാർമേഘങ്ങൾ മാറി നമ്മുടെ പ്രിയപ്പെട്ട മുതിർന്ന പൗരന്മാരുടെയും അതുപോലെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ളവരുടെയും പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് ആശ്വാസത്തിന്റെ തണലുമായി സർക്കാർ എത്തുന്നു. മാറ്റിവെച്ച പെൻഷൻ ഗഡുക്കൾ എപ്പോൾ കിട്ടുമെന്ന ആശങ്കയിലായിരുന്നു നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക, കൃത്യമായ തീയതിയും തുകയുടെ കണക്കും പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നേരത്തെ സർക്കാർ അറിയിച്ചിരുന്നത് മാർച്ച് 25-ന് ആദ്യ ഗഡുവും മാർച്ച് 31-ന് രണ്ടാം ഗഡുവും നൽകുമെന്നായിരുന്നു. എന്നാൽ പലരുടെയും അക്കൗണ്ടുകളിൽ തുക എത്താത്തത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. ഇതിനൊരു പരിഹാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും തുടർന്നു വരുന്ന ബാങ്ക് അവധികളും പരിഗണിച്ച് വിതരണത്തിൽ ചെറിയൊരു ക്രമീകരണം സർക്കാർ വരുത്തിയിട്ടുണ്ട്. ഈസ്റ്ററും വിഷുവും ഒന്നിച്ചു വരുന്ന ഈ ആഘോഷവേളയിൽ ഗുണഭോക്താക്കളുടെ കയ്യിൽ നല്ലൊരു തുക ഒന്നിച്ചു കിട്ടട്ടെ എന്ന കരുതലും ഇതിന്റെ പിന്നിലുണ്ട്. അതായത് മാർച്ച് മാസത്തെ 2000 രൂപയും ഏപ്രിൽ മാസത്തെ 2000 രൂപയും ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകും. മാർച്ച് 30 തിങ്കളാഴ്ച മുതൽ ഇതിനുള്ള നടപടികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ആരംഭിക്കും. ചൊവ്വ ബുധൻ മാർച്ച് 31 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 4000 രൂപയോളം വരുന്ന ഈ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലോ നേരിട്ടോ എത്തിച്ചേരുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ഒന്നിച്ച് തുക ലഭിക്കുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും അത് വലിയൊരു കൈത്താങ്ങാവും എന്ന ഉറപ്പാണ്. ബാങ്ക് അവധികൾ കഴിഞ്ഞാലുടൻ ട്രഷറികളിൽ നിന്നും ബാങ്കുകളിലേക്ക്, അവിടെ നിന്നും നിങ്ങളുടെ കൈകളിലേക്കും പണം പ്രവഹിക്കും. ഇതിനോടൊപ്പം തന്നെ ക്ഷേമ പെൻഷന്റെ കേന്ദ്ര വിഹിതവും ഇതേ ദിവസങ്ങളിൽ തന്നെ വിതരണം ചെയ്യാനുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റൊരു സുപ്രധാന വാർത്ത നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായവർക്കുള്ളതാണ്. അവരുടെ പെൻഷൻ വിതരണവും ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട്. ഏകദേശം 5 ഗഡുക്കളിലായി 8000 രൂപയോളമാണ് അർഹരായവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഗഡു കൂടി ഉടൻ വിതരണം ചെയ്യും എന്ന സൂചനയും വന്നിട്ടുണ്ട്. ഓരോ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നാണ് നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക വരുന്നത്. അതിനാൽ നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവർ അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കുവാൻ മറക്കരുത്. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ഈ നടപടി ഏറെ സ്വാഗതാർഹമാണ്. മാർച്ച് 30 മുതൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുക. ബാങ്ക് വഴി പെൻഷൻ വാങ്ങുന്നവർക്കും കൈകളിൽ നേരിട്ട് വാങ്ങുന്നവർക്കും ഈ പെൻഷൻ 31 ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കുക. നമ്മുടെ നാട്ടിലെ പ്രായമായവർക്കും ഈ പെൻഷനെ ആശ്രയിച്ച് കഴിയുന്നവർക്കും ഇതൊരു വലിയ ആശ്വാസമാകട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.